ഒരു നില മെട്രോ. ഒരു നില മെട്രോ. ഓക്കെ. മേലെ നില? മേലെ നില കേരയിൽ. കേരയിൽ അത് കൊള്ളാം. ആ ഒരു സ്റ്റേഷനും ഇവിടെയാണ് വരാൻ പോകുന്നത്. ഹോ, പൊളിക്കും. പൊളിക്കും. ഇപ്പോൾ മെട്രോ, കേരയിൽ, വാട്ടർ മെട്രോ. ഹോ, ഇത്രയും ഒന്നിച്ച് ലോകത്ത് ഒരു രാജ്യത്തും കാണൂല. സമ്മതിച്ച്. ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ്. ഓ, ഇതെല്ലാം കൂടി സമ്മതിക്കുകയാണ്. കമോൺ, സല്യൂട്ട് മീ. കമോൺ, സല്യൂട്ട് മീ. അയ്യോ, എന്റെ കണ്ണി കുത്തിയേ. അയ്യോ, ആരടാ കണ്ണി കുത്തിയത്? ശബ്ദം കേൾക്കുന്നത് താഴേന്നാണല്ലോ. അത് കണ്ണി കുത്തിയ വേദന കൊണ്ട് കുനിഞ്ഞു പോയതാണ് സാറേ. ഇതൊരുമാതിരി ഒടുക്കത്തെ അടിയായി പോലെടാ. അത് മാതൃകാപരമായിരുന്നു. ആ രീതികൾ തുറന്നു പോകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. കണ്ട, ഇതുപോലെ മാതൃകാപരമായി ഇത് തുടർന്നു പോകണമെന്നാണ് പുള്ളി പറയുന്നത്. എങ്ങനെ? ദാ ഇങ്ങനെ. ഞങ്ങള് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്താണ് നടക്കുന്നത്. ഒരാടിന്റെ മേലെ ചാടി വരികയാണ്. ഈ ചാടി വരുന്നയാളെ ചില ചെറുപ്പക്കാർ കൂടി അങ്ങോട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്, അങ്ങോട്ട് തടവി മാറ്റുന്നത്. അത് രക്ഷിക്കാനല്ലേ, ജീവൻ രക്ഷിക്കാനല്ലേ. അതൊരു അക്രമമാണ്. അത് ബസ്സിന്റെ മുന്നിലേക്ക് ചാടി അയാൾ അപകടപ്പെടാതിരിക്കാനുള്ള ജീവൻ രക്ഷിക്കാനുള്ള വാക്കാണ്. അവിടെ നിങ്ങൾക്ക് വേദന പറ്റുമോ നോക്കിയിട്ട് കാര്യമില്ല. അയാൾ പെട്ടെന്ന് തള്ളി മാറ്റുന്നതാണ് പ്രധാനം. ആ ജീവൻ രക്ഷാ രീതിയാണ് ഡിവൈഎഫ്ഐക്കാർ സ്വീകരിച്ചത്. അത് മാതൃകാപരമായിരുന്നു. ആ രീതികൾ തുറന്നു പോകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. ഇങ്ങനെയുള്ള മാതൃകാപരമായ ജീവൻ രക്ഷാ രീതികൾ തുടരാൻ നമുക്കും അണിചേരാം. നമുക്ക് വെള്ളരിക്കാപട്ടണത്തിലേക്ക് പോകാം. വെള്ളരിക്കാപട്ടണം. മെട്രോ, കേരയില്, വാട്ടർ മെട്രോ നമ്മളിപ്പോൾ കേട്ടതേ ഉള്ളൂ. ഇതാണ്ട് അടുത്ത തട്ടുമായിട്ട് ഒരാൾ വരുന്നുണ്ട്. ടീച്ചറമ്മ. അയ്യോ, അതറിഞ്ഞില്ല കേട്ടോ. ടീച്ചറമ്മയെന്ന് വിളിക്കരുതെന്ന് PBയുടെ നിർദ്ദേശമായിരിക്കും അല്ലേ? എന്തോ ആവട്ടെ, രാമായണത്തെക്കുറിച്ച് പറയാനാണ് വന്നത്. അതുകൊണ്ട് നമ്മളാരും കേൾക്കാതെ പോകരുത്. അമ്മച്ചി പറയുന്ന ഒന്ന് കേട്ടോളണം. രാമായണം. ഇന്ത്യയിലെ ഹൈന്ദവ ബ്രാഹ്മണിക്കൽ മേധാവിത്വം അധികാരത്തിലിരുന്നു കൊണ്ട് മനുഷ്യരെ തട്ടുകളായി വേർതിരിച്ച് ആ ഹൈന്ദവ മേധാവിത്വത്തിനു വേണ്ടി കരുതിക്കൂട്ടിയ ഇടപെടൽ നടത്തുന്നതിന്റെ ഒരു ലക്ഷണമാണ് രാമായണ മാസത്തിൽ രാമായണം വായിക്കണമെന്ന് RSSകാർ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് ആരും രാമായണം വായിക്കുകയോ രാമായണം നോക്കുകയോ ചെയ്യരുത്. കാര്യം എന്താണെന്നറിയാമോ? ഹൈന്ദവ മേധാവിത്വത്തിന് വേണ്ടിയാണ്. പ്രത്യേകം മനസ്സിലാക്കിക്കൊള്ളണം. മാത്രമല്ല, നാലമ്പലം കാണിക്കാൻ ഞങ്ങൾ കൊണ്ടുപോകാം. അതിന് ഉത്തരവാദിത്വം എടുത്ത് സ്ത്രീകളെ വശീകരിക്കുന്നത്. അതുകൊണ്ട് രാമൻ എന്ന് പേരുള്ളവരോ രാമായണം കക്ഷത്ത് കൊണ്ട് നടക്കുന്നവരോ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് കൂടെ പോകരുത്. അത് നിങ്ങളെ വശീകരിക്കാനാണ്. പ്രത്യേകം ശ്രദ്ധിച്ചോളണം. മഹാലക്ഷ്മി യന്ത്രം വീട്ടിൽ മേടിച്ചു കൊണ്ടുവച്ചാൽ ഐശ്വര്യമുണ്ടാകുമെന്ന് പ്രചരിപ്പിച്ച് ആളുകളെ വശീകരിക്കുന്നത്. 3000 ഉറുപ്പ്യ മതിയല്ലോ ബഡ്ജറ്റിൽ ഒരു കുടുംബത്തിന്. കേട്ടല്ലോ. അതുകൊണ്ട് ആരും മഹാലക്ഷ്മി യന്ത്രം വാങ്ങരുത്. ഇരട്ടച്ചങ്കേശ്വര യന്ത്രം വാങ്ങി കുലംകുത്തി മന്ത്രവും ചൊല്ലി അരയിൽ കെട്ടിയാൽ മാത്രം മതി. എല്ലാം ശരിയാവും. വന്നിട്ടുണ്ട് വീണ്ടും കുത്തിത്തിരിപ്പാനന്ദൻ. ഇപ്പം വിഷയം വേറൊന്നുമല്ല. സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിൻ്റെ കല്യാണക്കുറിയുമായിട്ടാണ് വന്നേക്കണത്. മാറിക്കളയരുത്, ഇവിടെ തന്നെ ഇരുന്നോളണം. അവരുടെ നെഞ്ചിൽ കയറിക്കൊണ്ട് നിന്റെ മോളുടെ കല്യാണം നടത്താൻ ഉദ്ദേശിക്കുന്ന എടാ സിറോക്സ് ഗോപി, ചാണക ഗോപി. എടോ അന്തൻചാമി, അന്തംഗമ്യകളുടെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം മൃഷ്ടാനം വെട്ടിപിടുങ്ങി ഏമ്പക്കവും ഇട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന തന്നെയും ഇയാളെയും പോലുള്ള പരമനാറികൾക്ക് ആ പേര് ചേരൂ. എനിക്ക് ചേരില്ല. ഇത് കല്യാണമല്ല, പണ്ടാരക്കെട്ടാണ്. പണ്ടാരക്കെട്ട്.
നിന്റെ മോളും നിന്റെ മോളുടെ ഭർത്താവുണ്ട് അവർ ജീവിതം പണ്ടാരടങ്ങി പോവും, യാതൊരു സംശയവുമില്ല. തലയിൽ ചുവന്ന കോണവും ചുറ്റി 4 ചുവരിനകത്തിരുന്ന് ലാൽ സലാം വിളിക്കുന്ന യവനെ പോലെയുള്ളവനെ ഇങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്. ഒലക്ക കിട്ടുമോ? ഒലക്കയോ? അയ്യേ, യവനെ ഉണ്ടല്ലോ ഒലക്കെടുത്ത് അടിക്കരുത്. ആ ഒലക്കയ്ക്ക് തന്നെ നാണക്കേടാവും. യവനെ ചെയ്യേണ്ടത് എന്താണെന്നറിയാവോ? കാരണം അടിച്ചു പൊട്ടിക്കണം, കാരണം അടിച്ചു പൊട്ടിക്കണം, അതാണ് ചെയ്യണം. അടിച്ച് നിന്റെയൊക്കെ ചെവിക്കല്ല് പൊട്ടിക്കാൻ ജനം എന്ന് തയ്യാറാകുന്നു അന്ന് മാത്രമേ നീയൊക്കെ ജനങ്ങളെ ഭയക്കുള്ളൂ. അയ്യേ, യവനെ പോലുള്ള ചെറ്റകള് ധൈര്യമായിട്ട് പുറത്തിറങ്ങി പറയുമോ? 4 ചോരനകത്തിരുന്ന് ക്യാമറയ്ക്ക് മുമ്പ് ഇരുന്ന് ലാൽ സലാം വിളിക്കാനല്ലാതെ യവനെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം? ഇനി ഞാൻ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. ഓക്കെ, ബൈ ബൈ.